എല്ലാവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് ശിവലിംഗദാസ സ്വാമികൾ എഴുതിയ ഒരു കൃതിയാണ് ഗുരുഷട്കം. ശ്രീനാരായണ ഗുരുദേവന്റെ ആദ്യത്തെ ശിഷ്യനായിരുന്നു ശിവലിംഗദാസ സ്വാമികൾ. ഗുരുദേവന്റെ ഒന്നാമത്തെ ശിഷ്യനായിരുന്നു ശിവലിംഗദാസ സ്വാമികൾ. ശിവലിംഗദാസ സ്വാമികൾ ഒരു 10-12 വയസ്സുള്ള ഒരു ബാലനായിരുന്നപ്പോൾ തന്നെ ഗുരുവിനോടൊപ്പം ആശ്രമത്തിൽ ചേരുകയും ഒരുപാട് കാലം ഗുരുവിനോടൊപ്പം സഹവർത്തിച്ച ആശ്രമത്തിൽ കഴിയുവാനുമുള്ള ഭാഗ്യം ലഭിച്ച മഹാനുഭാവനാണ് ശിവലിംഗദാസ സ്വാമികൾ. ശിവലിംഗദാസ സ്വാമികൾക്ക് ഗുരു എപ്രകാരമാണോ പ്രത്യക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ എപ്രകാരമാണോ ഗുരുവിനെ ദർശിക്കാനായത്, ശിവലിംഗദാസ സ്വാമികൾക്ക് ആ ദർശനമാണ്, ഗുരുവിനോടുള്ള ആ ദർശനമാണ് നമുക്ക് ഗുരുഷട്കം എന്ന കൃതിയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഷട്കം എന്നാൽ സംസ്കൃതത്തിൽ 8 എന്നാണ് അർത്ഥം. അപ്പൊ 8 പദ്യങ്ങൾ അടങ്ങിയ ഗുരുസ്തുതിയാണ് ഗുരുഷട്കം. എത്ര പദ്യങ്ങളുണ്ട്? 8 പദ്യങ്ങൾ. ഒന്ന് എണ്ണി നോക്കുക. 8 പദ്യങ്ങൾ അടങ്ങിയ ഗുരുസ്തുതിയാണ് ഗുരുഷട്കം. എഴുതിയത് ശ്രീനാരായണ ഗുരുദേവന്റെ ഒന്നാമത്തെ ശിഷ്യനായ ശിവലിംഗദാസ സ്വാമികൾ ആയിരുന്നു. ഇനി നമുക്ക് ആ 8 പദ്യങ്ങളിൽ ഒന്നാമത്തെ ശ്ലോകം നമുക്കൊന്ന് ചൊല്ലാം. എല്ലാവരും കൂടി ചൊല്ലണേ. ഓം ബ്രഹ്മണേ മൂർത്തിമതേ സിദ്ധാനാം ശുദ്ധി ഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശിവലിംഗദാസ സ്വാമികൾ പറയുകയാണ്, ഓം ബ്രഹ്മണി മൂർത്തിമതി. ആ ഒന്നാമത്തെ പദ്യം മാത്രം നമുക്ക് നോക്കാം. ഓം ബ്രഹ്മണി മൂർത്തിമതി. മൂർത്തി, ആകൃതി, ആകാരം. ബ്രഹ്മം, പരബ്രഹ്മത്തിന് ഒരു ആകൃതി ലഭിച്ചാൽ അത് ഓങ്കാര സ്വരൂപനായ ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ്. നമ്മളോട് പറഞ്ഞു തരികയാണ്, ഓങ്കാരം എന്നാൽ ആ, ഉ, മ എന്ന ശബ്ദങ്ങൾ ചേർന്നുണ്ടായിട്ടുള്ളതാണ് ഓങ്കാരം, അല്ലെങ്കിൽ പ്രണവ മന്ത്രം, അല്ലെങ്കിൽ പ്രണവ സ്വരം. പ്രണവസ്വരം, പ്രണവ മന്ത്രം എന്നൊക്കെ അറിയപ്പെടുന്നത് ഓം എന്നുള്ളതാണ്. നമ്മുടെ നാഭിയിൽ നിന്ന് വേണം അത് ഉയർന്നു വരാൻ. നാഭിയിൽ നിന്ന് കണ്ടത്തിലൂടെ ഒരു അനർഘളമായിട്ട് ഒഴുകുന്ന ഒരു മന്ത്രമാണ് ഓങ്കാരം, അല്ലെങ്കിൽ പ്രണവ മന്ത്രം. ഇത് ഓം, അത് സൃഷ്ടി, സ്ഥിതി, സംഹാരം മൂർത്തികൾ ഒരുമിച്ച് ചേർന്നാൽ പരബ്രഹ്മമായി തീരുന്നു. ആ പരബ്രഹ്മത്തിന് ഒരു